നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഡി ജെ വണ്ടിയുടെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കിട്ടപ്പം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ ഡിസൈൻ വരച്ചെടുക്കുകയാണ്. അത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഡിസൈൻ ആ ഫോം ഷീറ്റിൽ 4x ഷീറ്റ് അല്ലെങ്കിൽ ഫോം ഷീറ്റ് അല്ലെങ്കിൽ 4x ഷീറ്റ് ഇതിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ പീസുകളെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് കളയും. എന്നിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ഓരോ പീസ് വെച്ച് ഒട്ടിക്കുകയാണ്. കാര്യം കാണിച്ചു തരാം. അത് ഈ ഓരോ പീസുകളുണ്ട്. ഇത് കണക്ക് ഓരോ പീസ് നമ്മൾ എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഓരോ കോണിൽ ഓരോ ഇഞ്ച് വെച്ചിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിരുന്നു. ആ ഗ്യാപ്പിലെല്ലാം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോവുക. എന്നിട്ട് ഈ സ്ട്രക്ചർ തന്നെ രണ്ടെണ്ണം വേണം. അതായത് ബാക്കിലും വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ബാക്കിലൂടെ വെച്ച് ഒട്ടിക്കണമെങ്കിൽ കറക്റ്റ് ഫുള്ളായിട്ട് സ്ട്രക്ചർ കിട്ടത്തുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഒരു ഷീറ്റല്ല 2 ഷീറ്റ് ചേർത്ത് ഒട്ടിച്ചെങ്കിൽ ബലം കിട്ടത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ ബാക്കിലൂടെ വയ്ക്കണം. അപ്പോഴത്തേന് ഇത് സെറ്റ് ആകത്തുള്ളൂ. ഇങ്ങനെ ബാക്കിലും ആ ഒരു പീസ് വെച്ച് ഒട്ടിക്കുക. അപ്പോഴത്തേന് നമുക്കൊരു ഷേപ്പ് കിട്ടും. പിന്നെ അതിനിടയ്ക്കെല്ലാം ഗ്യാപ്പില്ല. അത് നമ്മുടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം കയറുന്ന ആ ഒരു ഗ്യാപ്പിൽ വേണം ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ അവസാനം പണിയിട്ട് ഇളക്കുന്നതിലും ഭയങ്കര പാടായിരിക്കും. ഇളക്കാൻ ഒടിഞ്ഞൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം നോക്കിയും കണ്ടും കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഒരാളതിനെ ഒട്ടിച്ചെടുക്കുക. അപ്പം ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കാര്യം 2 സൈഡ് ഒട്ടിക്കുമ്പോൾ സ്ട്രക്ചർ കണക്കാവും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ട്രക്ചറിൻ്റെ രൂപം. അതൊക്കെ അതിനകത്തും അതിൻ്റെ പുറഭാഗത്തും ഈ ഓരോ ഇഞ്ചിൻ്റെ സാധനമില്ലേ അതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കണം. അപ്പോൾ കുറച്ചുകൂടെ ബലമായിരിക്കും, നല്ല ബലമായിരിക്കും. ഇത് കണക്ക് ചെയ്തെടുക്കും. ഇതിപ്പോൾ ഞാൻ റീൽസിന് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ യൂട്യൂബിലിടാൻ വെച്ച് പാടുണ്ട്. കാര്യം ഫുൾ സ്ക്രീൻ അല്ല ഇത്. അങ്ങനെ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ പകുതി വെച്ച് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രക്ചറിൻ്റെ രൂപം. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിനകത്ത് 2 കൊമ്പ് കണക്കിന് സ്ട്രക്ചർ മണ്ടയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്നത് അതെല്ലാം ഇത് കണക്ക് തന്നെ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് കണക്ക് ഒട്ടിച്ചെടുക്കുക. എല്ലാത്തിനും ഒരളവ് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. ലൈറ്റ് നിങ്ങൾ വെക്കുന്ന ലൈറ്റിനനുസരിച്ചുള്ള അളവ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇത് കണക്ക് ഒട്ടിച്ചെടുക്കുക. 2 സൈഡ് ഒട്ടിച്ചെടുക്കുക. അത് കണക്ക് അപ്പുറത്തും അത് ഈ സൈഡ് സെൻറ്ററിൽ ഇങ്ങേറ്റത്ത് അത് താഴെ മണ്ടയിലോട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇത് നല്ല ഫിറ്റായിട്ടിരിക്കും. കാണിച്ചു തരാം. അത് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കും ഇതെല്ലാം കൂടെ ചെയ്യുന്നത് ഭയങ്കര പാടാണ്. ഇപ്പോൾ ഇതാണൊക്കെ ഒട്ടിച്ചെടുക്കുക. നൈസായിട്ട് കിട്ടും സാധനം. എന്നിട്ട് ഇത് ഏറ്റവും മണ്ടയ്ക്ക് ഞാൻ ടോപ്പിൽ വെച്ച് ഒട്ടിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ടോപ്പിൽ വെച്ച് ഒട്ടിക്കുമ്പോൾ തന്നെ ഇതിന് കൊമ്പ് കണക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉണ്ട് ഇതാണ് ഡിസൈൻ. ഈ സ്ട്രക്ചർ ഇപ്പോൾ ഞാൻ ചെയ്തത് നമ്മുടെ ഒരു ടീമിൻ്റെ ആണിത്. അതങ്ങനെ ചെയ്താൽ അപ്പോഴത്തേനും എൻ്റെ ഫൈനൽ രൂപം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ രൂപം. ഇത് കണക്ക് നമ്മൾ അടിപൊളിയായിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ. പിന്നെ പെയിൻറ്റ് അടിച്ചിട്ടില്ല. ഞാൻ പെയിൻറ്റൊക്കെ അടിച്ച് നൈസാക്കി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1K ആണ്. എല്ലാം കൊച്ചു വീഡിയോ ആണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.